പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ ഞങ്ങളുടെ കടങ്ങൾ നീക്കിക്കളയണമേ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കാനായിട്ട് പരിശ്രമിക്കുക. കടബാധിത മൂലം വേദനിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്, ഒത്തിരി കുടുംബങ്ങളുണ്ട്. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, കടബാധിത മൂലം വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, വിങ്ങുന്ന എല്ലാവർക്കും കടബാധിതയിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം, പ്രാർത്ഥിക്കാം. പല വിധത്തിലാണ് കടം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി വീട്, ആധാരം ബാങ്കിൽ പണയം വെച്ചത് കൊണ്ടാകാം. അതല്ലെങ്കിൽ കല്യാണത്തിനോ വിദേശത്ത് പോകാനൊക്കെ ആയിട്ട് ലോൺ എടുത്തിട്ട് കടം കയറിയതായിരിക്കാം. അതല്ലെങ്കിൽ പണം കൊടുത്തിട്ട് കടം കൊടുത്തിട്ട് തിരികെ കിട്ടാത്ത അവസ്ഥയായിരിക്കാം. മറ്റുള്ളവർക്ക് ജാമ്യം നിന്നിട്ട് അവസാനം കുടുങ്ങിപ്പോയ അവസ്ഥയായിരിക്കാം. നിങ്ങൾ ഏത് വഴിയിലൂടെ കടന്നു പോയിട്ട് കടം കയറിയതാണെങ്കിലും എല്ലാ കടബാധ്യതയുടെ അവസ്ഥകളെയും ഈശോയിലേക്ക് കൊടുക്കാം. ഈശോയെ, കടങ്ങളെല്ലാം ഇളച്ചു നൽകണമേ. മത്തായി 6:12 നമ്മൾ വായിക്കും, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ലിറ്ററലി നമുക്ക് ഈ വചനത്തിൽ പറയുന്നത് പോലെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് ഈശോയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ശക്തമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. ഒത്തിരി പേരുണ്ട് കടബാധിത മൂലം വല്ലാതെ വേദനിക്കുന്നവർ, മരണത്തെ മുഖാമുഖം കാണുന്നവർ, അതായത് വല്ലാതെ കടബാധിത മൂലം അസ്വസ്ഥത വന്നിട്ട് ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തികൾ, അവരൊക്കെ അങ്ങ് തൊടയണമേ. ജപ്തിയുടെ വക്കത്ത് നിൽക്കുന്നവർ, ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വീട്ടിൽ ഉമ്മറപ്പടിയിൽ പതിക്കപ്പെട്ട ആളുകളൊക്കെ, കർത്താവ് അവരെല്ലാവരെയും അങ്ങ് കാണണമേ. എല്ലാവർക്കും അങ്ങ് കടബാധ്യതയിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങ് കരുണ തോന്നണമേ. ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ തണലിൽ ഞങ്ങളെ എല്ലാവരെയും പൊതിഞ്ഞു പിടിക്കണമേ.